السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. كم آية في ليلة ضاء البدر، فيها بدت للخلق في كل القطر. قد حارت الثقلان والشيطان فر، لقدومه الأكوان هشت بالبشر. جاء الهنا نلنا المنى كسرا كسر، إيوانه وتبددت منه النفر. كتشقق الشرفات أيضا تنفطر، قد صاح يا ويلا وما هذا الخبر. قالوا ألا في مكة مثل البدر، جلا غلام حاله لا كالبشر. وتنكس الأصنام فيها بالصغر، وعن السماء بالشهب شيطان زجر. وله تردى عرش ملعون وخر، فغدا ينادي بالثبور لما ظهر. يا ويلتا يا حسرتا حين المكر، ضاقت علي جنوده تبع اللثر. ماذا أصابك سيدنا قال انكسر، ظهري بمولود علي به الضرر. يا رب صل على من حل بالحرم، طه الرسول الذي قد خص بالكرم.
يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ഈ മാസത്തിൽ കഴിഞ്ഞ വർഷം ഇതേ സ്ഥലത്ത് വെച്ച് നാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് 2 ദിവസം സംസാരിച്ചിരുന്നു. ഈ വർഷവും ആ മഹത്തായ സൽക്കർമ്മം നിർവഹിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി സമ്മേളിച്ചവരാണ് നാം. അല്ലാഹു ജല്ല ജലാലുഹു ഈ പരിപാടി സംഘടിപ്പിക്കുന്നതിന് അധ്വാനിച്ച, പ്രവർത്തിച്ച, സ്ഥലം അനുവദിച്ച, മറ്റ് കാര്യങ്ങൾക്കെല്ലാം എല്ലാ ഒത്താശകളും സഹായങ്ങളും ചെയ്ത എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും ഈ സദസ്സിൽ വന്നവർക്കും നമുക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്തും അവിടുത്തെ പൊരുത്തവും അവിടുത്തെ സന്തോഷവും അവിടുത്തെ ശഫാഅത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. നമ്മെ വിട്ടുപിരിഞ്ഞു പോയ, കഴിഞ്ഞ വർഷം ഇവിടെ ഇതേ പരിപാടി നടക്കുമ്പോൾ ഗ്രൗണ്ടിൽ ഏറ്റവും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന അലി ഹാജി അടക്കം, നമ്മുടെ അധികാരി കുഞ്ഞമ്മദ് ഹാജി അടക്കം, തൈക്കണ്ടി ഉസ്താദ് അടക്കം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ആലിമീങ്ങൾ, ഈ നാട്ടിലെ മുഅ്മിനീങ്ങൾ, പ്രവർത്തകന്മാർ, ഖബറിൽ കിടക്കുന്ന എല്ലാ ആളുകൾക്കും, നമ്മുടെ പരിസരങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്കും, നമ്മുടെ ഉമ്മബാപ്പമാർ, ഉസ്താദുമാർ, ശിഷ്യന്മാർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളോട് സഹകരിച്ചവർ, ആരൊക്കെ മരിച്ചുപോയോ എല്ലാവരുടെയും ഖബർ അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മയുമെല്ലാം അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടാൻ അർഹതയുള്ള വ്യക്തി, പുകഴ്ത്തപ്പെടുന്നവർ എന്ന് അർത്ഥം വരുന്ന ഏറ്റവും പ്രധാനമായ പേരുകൊണ്ട് പേര് വിളിക്കപ്പെടുന്ന വ്യക്തി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ ധാരാളമായി പുകഴ്ത്തപ്പെടുന്ന ആള്, ധാരാളമായി സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളമായി മഹത്വം പറയപ്പെടുന്ന ആള് എന്നാണ് ആ വാചകത്തിന്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും, എല്ലാ സമയവും, എല്ലാ സ്ഥലങ്ങളിലും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം പുകഴ്ത്തി പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഏത് സ്ഥലത്ത് വെച്ച് ബാങ്ക് വിളിക്കപ്പെടുമ്പോഴും അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മഹത്വം, അള്ളാഹു പറഞ്ഞേറ്റിട്ടുള്ള ആളാണ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മഹത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഏതൊരു മുഅ്മിനായ മനുഷ്യനും അവന്റെ മനസ്സിൽ എപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അന്തർഭാഗത്ത് വളരെ സ്നേഹത്തോടെ, ആദരവോടെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കിലും അവിടുന്ന് ജനിച്ച മാസവും ദിവസവും വരുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രത്യേകം പുകഴ്ത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സൽക്കർമ്മമാണ്. ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ധാരാളം പുകഴ്ത്തി പാടിയ
ഒരു വലിയ പണ്ഡിതനും വലിയ മഹാനും ആണ്. നമ്മുടെ ഈ പാറക്കടവ് വലിയ ജുമാഅത്ത് പള്ളിയോടനുബന്ധിച്ച് കാണുന്ന മഖ്ബറയിൽ കിടക്കുന്ന ഷെയ്ഖ് അലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതന്മാരാണ്. അവർ തമ്മിൽ വലിയ മസ്അലകളെ സംബന്ധിച്ചൊക്കെ വലിയ ചർച്ചകളും അതുപോലെ ഒരുപാട് വിഷയങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ധാരാളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്, ധാരാളമായി എഴുതിയിട്ടുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വേണമെന്ന് ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പ്രഖ്യാപിക്കുകയും ഞങ്ങളുടെ രാജ്യത്ത് വന്ന് നിങ്ങൾ നികുതി പിരിക്കുന്നത് അനീതിയാണ്, ഞങ്ങൾ ഇവിടെ നികുതി തരില്ല, നികുതി വാങ്ങാൻ നിങ്ങൾക്ക് അർഹതയില്ല, ഞാൻ നികുതി അടക്കുകയില്ല, നിങ്ങൾക്ക് ഞങ്ങളെല്ലാം നികുതി തരുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ സുഖലോലുപരായി ഞങ്ങളെ രാജ്യം മുരടിപ്പിച്ചും രാജ്യം തട്ടിപ്പറിച്ചും രാജ്യത്തിന്റെ ആധിപത്യം നിലനിർത്തി ജീവിക്കുന്നത്. നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കണമെങ്കിൽ നികുതി നിഷേധ പ്രസ്ഥാനം അനിവാര്യമാണ്, ഞാൻ നികുതി തരില്ല, കഴിവിന്റെ പരമാവധി നികുതി മുടക്കുകയും ചെയ്യും എന്ന് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ വന്ന് ആധിപത്യം സൃഷ്ടിച്ചിരുന്ന കാലത്ത് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞതിനാൽ ജയിലിൽ കിടക്കേണ്ടി വന്ന നേതാവുമാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് SYSന്റെ സമ്മേളനങ്ങൾ എല്ലാ ജില്ലകളിലും നടക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ വടകര നടക്കുന്നുണ്ട്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹുവിന്റെ പേരിലാണ് നഗർ എല്ലാ ജില്ലയിലും ഒരുക്കുന്നത്. ഞാൻ ഇന്നലെ ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ ജില്ലാ സമ്മേളനത്തിലായിരുന്നു. രാത്രി ഏകദേശം 1 മണി 2 മണി സമയത്ത് അവിടെ നിന്ന് പുറപ്പെട്ട് ഇന്ന് സുബഹിന് ശേഷമാണ് ഞാൻ കുറ്റ്യാടിയിലെത്തിയത്. കുറ്റ്യാടിയിൽ വന്നതിന് ശേഷം 4 പ്രസംഗം 4 സ്ഥാപനങ്ങളിൽ നടത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു ചെറിയ പ്രസംഗം പാറക്കടവിൽ വന്ന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അതും നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 5ാമത്തെ പ്രസംഗം ആണ്. അതുകൊണ്ട് ഇന്ന് കുറഞ്ഞ സമയം സംസാരിച്ച് ഞാൻ ഇൻഷാ അല്ലാഹ് നിർത്തും. ഞാൻ പറഞ്ഞു വരുന്നത്, ആ മഹാനായ ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ കറാമത്തുകളും വലിയ സ്ഥാനമാനങ്ങളും ഉള്ള വലിയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചതിന്റെ പേരിൽ എവിടെ ചെന്നാലും അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം പാടിപ്പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും. ആ കൂട്ടത്തിൽ മഹാനവറുകൾ പാടി കം ആയത്തിൻ ഫീ ലൈലത്തിൻ ളാഅൽ ബദർ ഫീഹാ ബദത് ലിൽ ഖൽഖി ഫീ കുല്ലിൽ ഖുത്ർ ഖദ് ഹാറത്തിസ് സഖലാനി വശൈത്വാനു ഫർ ലിഖുദൂമിഹിൽ അക്വാനു ഹസ്സത് ബിൽ ബിശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ തുടക്കം അതെപ്പോഴാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ രാത്രിയിൽ തന്നെ അന്ന് തുടങ്ങി ജന്മദിനാഘോഷം. ആ രാത്രിയിൽ പരിപൂർണ ചന്ദ്രനെ പോലെ എല്ലാവർക്കും നല്ല വെളിച്ചം നൽകുന്ന സന്മാർഗത്തിന്റെ സത്യത്തിന്റെ നീതിയുടെ നന്മയുടെ വെളിച്ചം നൽകുന്ന സൗഹാർദ്ദത്തിന്റെ സഹകരണത്തിന്റെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ വെളിച്ചം നൽകുന്ന, അതേ ഒരൽപ്പവും വർഗീയതയില്ല, തീവ്രതയില്ല, ഭീകരതയില്ല, സൽസ്വഭാവത്തിന്റെ
ഏറ്റവും ഉന്നതമായ സ്ഥാനം കൈവരിച്ച് ലോകത്ത് മുഴുവനും സൽസ്വഭാവവും വിശാല മനസ്കതയും പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപൂർണ ചന്ദ്രന്റെ വെളിച്ചം അതെല്ലാവർക്കും ലഭിക്കാനുള്ളതാണല്ലോ. അവിടെ ഏതെങ്കിലും ഒരു മതക്കാരനോ ഏതെങ്കിലും ഒരു ഈസക്കാരനോ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രക്കാരനോ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരനോ ഏതെങ്കിലും ഒരു രാഷ്ട്രക്കാരനോ ഏതെങ്കിലും ഒരു ഭാഷക്കാരനോ ഏതെങ്കിലും ഒരു ജാതിക്കാരനോ ഏതെങ്കിലും ഒരു കളറുകാരനോ അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗത്തിനുള്ളതല്ലല്ലോ പരിപൂർണ ചന്ദ്രന്റെ വെളിച്ചം. അതുപോലെ ലോകത്തിന് മുഴുവനും വെളിച്ചം നൽകുന്ന പരിപൂർണ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ജനിച്ചു വീണപ്പോൾ കമ്മായത്തിൻ ഫീ ലൈലത്തിൻ ളാഅൽ ബദ്ർ ഫീഹാ ബദത് ലിൽ ഖൽഖി ഫീ കുല്ലിൽ ഖുത്ർ. എല്ലാ സ്ഥലങ്ങളിലും വെളിച്ചത്തിന് കാരണമായി പോയി, എല്ലാ രാജ്യത്തും വെളിച്ചം പകരലായി പോയി. ഖദ് ഹാറത്തിസ് സഖലാനി വശൈത്താനു ഫർ ലിഖുദൂമിഹിൽ അക്വാനു ഹസ്സത് ബിൽ ബിശ്ർ. ആ പരിപൂർണ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിലും പറഞ്ഞത് അത് തന്നെയാണല്ലോ. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ സന്മാർഗത്തിന്റെ ചന്ദ്രനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉദിപ്പിച്ച അല്ലാഹു വളരെ പരിശുദ്ധൻ തന്നെ. മങ്കൂസ് മൗലിദിന്റെ തുടക്കത്തിൽ പറഞ്ഞത് അതാണ്. അല്ലാതെ മങ്കൂസ് മൗലിദിൽ പറയുന്നത് ഇസ്ലാമിനെതിരായ ആശയങ്ങളൊന്നുമല്ല. അള്ളാഹ് വലിയ പരിശുദ്ധനാണ് അതിന്റെ തുടക്കം. അതിനെക്കാളും വലിയ പിന്നെന്താ പറയേണ്ടത്? സുബ്ഹാനല്ലദീ, ഒരല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പരിശുദ്ധനാണ്. അത്ലഅ ഫീ ശഹരി റബീഉൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ. സന്മാർഗത്തിന്റെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന ചന്ദ്രനെ റബീഉൽ അവ്വലിൽ ഉദിപ്പിച്ച അല്ലാഹു പരിശുദ്ധനാണ്. അതാണ് മങ്കൂസ് മൗലിദിന്റെ തുടക്കം. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം മുഴുക്കെയും സൃഷ്ടിക്കുന്നതിന് മുമ്പ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒളിവ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശം നൂറ്, ആ പ്രകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. വൗജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. മുഹമ്മദ് എന്ന് അവിടുത്തേക്ക് അല്ലാഹു പേര് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്നർത്ഥം വരുന്ന പേര് കൊടുക്കുകയും ചെയ്ത അല്ലാഹു പരിശുദ്ധൻ തന്നെ. അപ്പൊ മഹാന്മാരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിപൂർണ ചന്ദ്രൻ എന്ന് വിശേഷിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കത്തിജ്വലിക്കുന്ന വിളക്ക്, സൂര്യൻ എന്ന അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജം മുനീറാ. കത്തിപ്രകാശിക്കുന്ന വെളിച്ചമാക്കിയിട്ടുണ്ട്, വിളക്കാക്കിയിട്ടുണ്ട് അങ്ങയെ എന്ന് അല്ലാഹുവും പറയുന്നുണ്ട്. ആകയാൽ എല്ലാ നന്മയുടെയും വെളിച്ചം, എല്ലാ ഗുണത്തിന്റെയും വെളിച്ചം നൽകുന്ന നേതാവ് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ജനിച്ചപ്പോഴെന്തുണ്ടായി? എല്ലാ സൃഷ്ടികളും സന്തോഷിച്ചു, എല്ലാ സൃഷ്ടികളും സന്തോഷം പ്രകടിപ്പിച്ചു. ജാഅൽ ഹന
നിൽനൽ മുനാകിസ്റൻ കസർ ഈവാനുഹു വതബദ്ദദത് മിൻഹുൻ നഫർ كتشقق الشرفات أيضا تنفطر قد صاح يا ويلا وما هذا الخبر قالوا ألا في مكة مثل البدر جلا غلام حاله لا كالبشر മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മമുണ്ടായപ്പോൾ എല്ലാ സ്ഥലത്തും സന്തോഷം വന്നു. എല്ലാവരും ആഗ്രഹിച്ചത് എത്തിച്ചവരായി. അവിടെയാണ് സഹോദരന്മാരെ അനധികൃതമായി സ്ഥാപിക്കപ്പെട്ടതും അക്രമികളായ ആളുകൾ പടുത്തുയർത്തിയതുമായ പല കോട്ടകളും തകർന്നുപോയി. കോട്ടയിലുള്ള ഗോപുരങ്ങൾ പലതും തകർന്നുപോയി. കിസ്റ രാജാക്കന്മാർ അക്രമത്തിലൂടെ നേടിയെടുത്ത പലതും അവിടെ പൊട്ടിപ്പൊളിഞ്ഞുപോയി. ആ സമയത്ത് എല്ലാ നല്ലവരും എല്ലാ സൃഷ്ടികളും സന്തോഷിക്കുകയാണ്. എന്താണ് കാരണം? അതേ, മക്കയിൽ പരിപൂർണ ചന്ദ്രനെ പോലെ ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. മറ്റ് മനുഷ്യരെ പോലെയല്ല ആ കുട്ടിയുടെ സ്ഥിതിവിശേഷമുള്ളത്. പക്ഷേ ഈ പറഞ്ഞ വലിയ സന്തോഷം അവിടെയെല്ലാം നടക്കുമ്പോൾ സഹോദരന്മാരെ, മഹാനായ ഉമർ ഖാദി റഹിമഹുള്ള പാടുകയാണ്, قد حارت الثقلان والشيطان فر لقدوبه الأكوان حست بالبشر. ലോകമെമ്പാടും അവിടുത്തെ ജന്മത്തിൽ സന്തോഷിക്കുമ്പോൾ അതാ ഒരു വ്യക്തി ഓടുകയാണ്, സന്തോഷത്തിൽ നിന്ന് ഓടുകയാണ്. അവൻ ആ സന്തോഷത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവൻ ഇവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച എല്ലാ അനീതികളും എല്ലാ അസത്യങ്ങളും എല്ലാ വഞ്ചനകളും എല്ലാ കുതന്ത്രങ്ങളും തകർക്കുന്ന നേതാവ് ജനിച്ചതിനാൽ അവൻ ഇവിടെ ഒരൽപ്പവും സന്തോഷമില്ല. അവൻ ഓടുകയാണ്. അതാണ് ശൈത്താൻ ഓടുകയാണ്. വലഹു തറദ്ദാ അർശു മൽഊനിൻ വഖർ ഫഗദാ യുനാദി ബിസുബുരി ലിമാ ലഹർ. ഇബ്ലീസിന്റെ സിംഹാസനം തകർന്നു വീഴുകയാണ്. അവൻ നാശം നാശമെന്ന് വിളിച്ചു പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ അവനതാ ഓടുകയാണ്. ഇബ്ലീസ് യാ വൈലത യാ ഹസ്റത ഹീലൽ മക്ർ ലഖത് അലയ്യ ജുനൂദുഹു തബിഉൽ ലിസ്ർ. അവനിങ്ങനെ യാ വൈലത യാ ഹസ്റത, എന്റെ നാശം എന്റെ നഷ്ടം, എന്റെ നാശം എന്റെ നഷ്ടം എന്ന് പറഞ്ഞ് ഇബ്ലീസ് ഓടുകയാണ്. അതാ അവന്റെ എല്ലാ കുതന്ത്രങ്ങളും തകരാൻ കാരണമാകുന്ന നേതാവ് ജനിച്ചതിനാൽ അവൻ ഓടുകയാണ്. അപ്പോഴാണ് അവന്റെ സമീപത്ത് ഇബ്ലീസിന്റെ സൈന്യങ്ങൾ, ഇബ്ലീസിന്റെ സന്താനങ്ങൾ, ഇബ്ലീസിന്റെ ആളുകൾ വന്ന് ഒരുമിച്ച് കൂടിയിട്ട് ഇബ്ലീസിനോട്, ശൈത്താനിനോട്, പിശാചിനോട് ചോദിക്കുകയാണ്, മദാ അസാബക സീദന ഖാലങ്കസർ ലഹരീബി മൗലൂദിൻ അലയ്യ ബിഹിൽ ളറർ. അല്ലയോ നേതാവായവരെ, ഇബ്ലീസിന്റെ മക്കളും അനുയായികളും ഇബ്ലീസിനെ വിളിക്കുകയാണ്. അല്ലയോ നേതാവായവരെ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? നിങ്ങൾ തലയിൽ കയ്യും വെച്ച് ഓടുന്നത് എന്തിനാണ്? അപ്പോഴാണ് ആ ഇബ്ലീസിന്റെ മറുപടി, അതാ അസാബക സീദന ഖാലങ്കസർ ലഹരി ബിമൗലൂദിൻ അലയ്യ ബിഹിൽ ളറർ. ഇബ്ലീസ് ആ സമയത്ത് പറയാണ്, ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു, എന്റെ നട്ടെല്ല് പൊട്ടിയിരിക്കുന്നു. ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു, എന്റെ നട്ടെല്ല് പൊട്ടിയിരിക്കുന്നു. അലയ്യ ബിഹിൽ ളറർ. ആ കുട്ടിയുടെ ജന്മം കൊണ്ട് സർവനാശവും എനിക്കാണ്. ഞാൻ എത്ര തന്നെ അധ്വാനിച്ച് ജനങ്ങളെ പഴപ്പിക്കാൻ കുതന്ത്രങ്ങൾ വിരിഞ്ഞാലും ആ കുതന്ത്രങ്ങളെ സംബന്ധിച്ചെല്ലാം മുന്നറിയിപ്പ് നൽകി മനുഷ്യ സമൂഹത്തെ നേരായ വഴിയിൽ നയിക്കുന്ന ഒരു നേതാവ് ജനിച്ചതിനാൽ പിശാചാകുന്ന എന്റെ നട്ടെല്ല് പൊട്ടിയിരിക്കുന്നു.
അതുകൊണ്ടാണ് മഹാന്മാര് പറഞ്ഞത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ എല്ലാവരും സന്തോഷിച്ചു, ഒരാൾ ദുഃഖിച്ചു. ദുഃഖിച്ചവന്റെ പേരാണ് ഇബ്ലീസ്. മറ്റൊരു സ്ഥലത്ത് പണ്ഡിതന്മാരും പാടിയത് കാണാം, ലിബീലാദിഹി ഖദ്റന്ന ഇബ്ലീസു റന്നതൻ ഫസ്ഹഖൻ ലഹു മാദാ യുഫീദു റനീനുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചപ്പോൾ ഇബ്ലീസ് കരഞ്ഞു. കാരണം അവൻ അത്ര ദുഃഖമുള്ള മറ്റൊരു റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല, വേറൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന്റെ വിരോധികൾ, ശൈത്താനിന്റെ എതിരാളികൾ ഏത് കാലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്നവരും ഇബ്ലീസിനോട് താല്പര്യമുള്ളവർക്ക് ഒരിക്കലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ താല്പര്യം ഉണ്ടാകാതിരിക്കുകയും ചെയ്യുന്നതാണ്. ഇത് ചരിത്രപരമായൊരു വസ്തുതയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം, അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം വേറെ ഏതാണ്? നിങ്ങൾക്കെല്ലാം അറിയാം, ദുബായിലെ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഹഫിളഹുല്ലാ, അദ്ദേഹം നമ്മുടെ സിറാജുൽ ഹുദയിൽ വരെ, ദാറുൽ ഹുദയിൽ വരെ എല്ലാ സ്ഥലത്തും അദ്ദേഹം എത്തിച്ചു തന്ന ഒരു കിതാബാണ്. നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നമ്മുടെ ദർസുകളിലൊക്കെ വാങ്ങി സൂക്ഷിച്ച കിതാബാണ്. പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ ധാരാളം നോക്കിയ ഗ്രന്ഥമാണ്. ഇന്നും ലോകത്തുള്ള എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന മഹത്തായ ഗ്രന്ഥമാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്ഹുൽ ബാരി. ലക്ഷത്തിലധികം ഹദീസ് മനഃപാഠമാക്കിയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഈജിപ്തിലാണ് മഹാനവറുകളുടെ കേന്ദ്രം. ഞാൻ ബഹുമാനപ്പെട്ടവരുടെ ഖബർ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു നമ്മുടെ കേരളത്തിൽ എന്നല്ല ലോകം മുഴുക്കെ ശാഫഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ കിതാബായി എണ്ണപ്പെടുന്ന തുഹ്ഫത്തുൽ മുഹ്താജ് എന്ന കിതാബ് രചിച്ച ഖാതിമത്തുൽ മുഹഖ്ഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറയാറുള്ളത് ശൈഖുൽ ഇസ്ലാം അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി എന്നാണ്. ഇസ്ലാമിലെ പ്രഗൽഭനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നബിദിനാഘോഷ പരിപാടികളും മൗലിദും ഭക്ഷണം ദാനം ചെയ്യലും അതുപോലെ നല്ല നല്ല മദ്ഹിഗാനം നടത്തലും ബുറുദ ബൈത്ത് ചൊല്ലലും തുടങ്ങിയിട്ടുള്ള ഒരുപാട് പദ്ധതികളിലെ മഹാന്മാർ ചെയ്യുന്ന പരിപാടികൾ, അത്തരം പരിപാടികൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വയിൽ അത് വലിയ പുണ്യകർമ്മമാണ്, വളരെ നല്ലതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതിലുള്ള സന്തോഷ പ്രകടനം വലിയ പ്രതിഫലം ലഭിക്കുന്ന സംഗതിയാണ് എന്ന് വിവരിച്ചുകൊണ്ട് കൊടുത്ത ഫത്വ, ആ ഫത്വ മഹാനവറുകളുടെ ശിഷ്യനും കൂടിയായ 560ഓളം കിതാബ് രചിച്ച മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ ഹഫീലിൽ ഫതാവയിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ആ ഫത്വയിൽ മഹാനവറുകൾ ചോദിക്കുകയാണ്, അയ്യു നിഅമത്തിൻ അഅ്ളമു മിൻ ബുറൂസി ഹാദൻ നബിയിൽ കരീം. ഓ ജനങ്ങളെ, ഈ റഹ്മത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഉദിച്ചു വരുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജനിക്കുന്നു എന്നതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹം ഈ ലോകത്ത് എന്താണ് ഇവിടെ കിട്ടാനുള്ളത്? അതിനേക്കാൾ വലിയ അനുഗ്രഹം വേറെ ഏതാണ് ഇവിടെ നടക്കാനുള്ളത്?
മഹാനവറുകൾ ചോദിക്കുകയാണ്, ആ മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ദിവസം, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച സമയം, ഏറ്റവും മികച്ച അനുഗ്രഹം ലഭിച്ച മാസം അതാണ് റബീഉൽ അവ്വൽ മാസം. മഹാനവറുകൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ധാരാളം പാടിയ മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് ഒരുപാട് തവസ്സുലും ഇസ്തിഗാസയും ചെയ്ത മഹാനാണ് ആ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു തങ്ങൾ. അവിടുന്ന് പറയാണ്, കനൽ അനാമു ജമീഅൻ ഖബ്ല മബ്അസിഹി അലാ സഫാ ജുറൂഫിൻ ഹരിം ഫസറ ശിഫാ കം ബൈന ഇവാനി കിസ്റ മിൻ മുനാസബത്തിൻ വബൈന ബദ്രിസ് സമാ വൽ കുഫ്റു ഖദ് ഖുസിഫാ ഹുമൻ ശിഖാഖാനി ഹാദാ യൗമു മൗലിദിഹി വദാ ബിമബ്അസി സകി ഹുദൻ സലഫാ. ഓ ജനങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ജനിച്ചപ്പോൾ കിസ്റ രാജാവിന്റെ കോട്ടയിൽ അത്ഭുതങ്ങൾ ഉണ്ടായില്ലേ? അതെ, അവരുടെ കോട്ട കുലുങ്ങിയില്ലേ? പലതും സംഭവിച്ചില്ലേ? സത്യനിഷേധത്തിന് അതാ ഗ്രഹണം സംഭവിച്ചില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിവസത്തിൽ ഉണ്ടായത് അതാ അസത്യത്തിന് മങ്ങലേൽക്കലാണ്, അസത്യത്തിന് അതാ ഗ്രഹണം സംഭവിക്കലാണ്. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ് കൊണ്ട് സംഭവിച്ചത് അതാണ്. സഹോദരന്മാരെ, അങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ മഹാപണ്ഡിതന്മാരും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തെ സംഭവങ്ങൾ ഓരോന്നോരോന്നും ഈ വിശദീകരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് തന്നെ മറ്റൊരവസരത്തിൽ പറയുന്നു, ഹുഫിളത് ലിമൗലിദിഹി സ്സമാഉ വബുശിറത് ഫൽമാരിദൂന ബിശുഹബിഹാ ഖദ് റുജ്ജിമു. ശൈത്താൻ ആകാശ ലോകത്തിന്റെ സമീപത്തേക്ക് പോയി നിന്ന് മലക്കുകൾക്കിടയിൽ നടക്കുന്ന ചർച്ചകൾ കട്ടുകേൾക്കുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച ദിവസത്തോടുകൂടി ശൈത്താനിന് ഉപരിമണ്ഡലത്തിലേക്കുള്ള പ്രവേശം നിഷേധിക്കപ്പെട്ടു പോയി. പിന്നീട് ശൈത്താൻ ഉപരിമണ്ഡലത്തിന്റെ ഭാഗത്തേക്ക് ചെന്നാൽ ചെങ്കോല് കൊണ്ട് എറികിട്ടുകയാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ജിന്നിൽ അത് പ്രത്യേകം അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ശൈത്താനുമായി ബന്ധപ്പെട്ട് അതാ ജ്യോത്സ്യന്മാരായി നടക്കുന്ന ചില ആളുകൾ ചില വിവരങ്ങളൊക്കെ ശേഖരിച്ച് പറയുന്ന ഏർപ്പാട് നടക്കാറുണ്ടായിരുന്നു. പക്ഷേ പിശാചിനെ കൂട്ടുപിടിച്ച് നടത്തുന്ന അത്തരത്തിലുള്ള കക്ഷികളുടെ എല്ലാ കുതന്ത്രങ്ങളും അതോടുകൂടി ഇവിടെ ഇല്ലായ്മ ചെയ്തു പോയി. ഇവാനു കിസ്റൻ ശഖ സുമ്മ തസഖതത് സുർഫതുഹു ബൽ കാദ റുബൻ യുഹ്ദമു. കിസ്റ രാജാവിന്റെ കോട്ട കുലുങ്ങി, അവിടെയുള്ള ഗോപുരങ്ങൾ പലതും താഴെ വീണു. അക്രമികളും അവിശ്വാസികളുമായ ആളുകളുടെ പലതും പൊളിഞ്ഞു വീണു. നമ്മുടെ മൗലിദുകളിൽ നമ്മൾ ഓതാറുള്ള പാടാറുള്ള മദ്ഹുകൾ തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു മൗലിദ് അംഗീകരിക്കുന്നവരും മൗലിദിനെ തള്ളിപ്പറയുന്നവരും ഒരുപോലെ അംഗീകരിക്കുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. ബഹുമാനപ്പെട്ടവര് പറയുകയാണ്, അതേ പേർഷ്യക്കാരുടെ തീ പൊലിഞ്ഞുപോയി. അതാ
എന്തെല്ലാം സംഭവങ്ങളാണ് നടന്നിട്ടുള്ളത്. അദാവ ആമിനത്തുൻ റഅത്തിനാറല്ലഹ ബുസ്റാ അളഅത്തി വദ്ദയാജീതു ലമു. ആമിന ബീവി റളിയല്ലാഹു അൻഹാ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടത്. നമ്മുടെ മൗലിദിൽ പറയുന്ന ഓരോ സംഗതികളും മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയാണ്. അങ്ങനെ വളരെ നീട്ടി മദ്ഹ് പറഞ്ഞതിന് ശേഷം മഹാനവറുകൾ പറഞ്ഞു, യാ സയ്യിദർ റസൂലില്ലദീ ആയാതുഹു ലാ തൻഖളി അബദൻ വലാ തതസറമൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കേൾക്കാൻ വേണ്ടി വന്ന സഹോദരന്മാരെ, അവിടുത്തെ മദ്ഹ് പറഞ്ഞ് ബറക്കത്ത് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഓർക്കണം. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമാക്കിയ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു എത്രയോ വലിയ ആയിരക്കണക്കിന് ഉറുപ്പിക വിലയുള്ള എത്രയോ വാള്യങ്ങളുള്ള ലോകത്തിന് ധാരാളം ഇൽമുകൾ സംഭാവന ചെയ്ത ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വലിയ വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പാടുകയാണ്, ഓ നബിയേ, തങ്ങളെ മദ്ഹ് പറയാൻ ഇറങ്ങിയപ്പോ ഇതാ ഒരു കാര്യം സമ്മതിക്കുന്നു. യാ സയ്യിദർ റസൂലില്ലദീ ആയാതുഹു ലാ തൻഖളി അബദൻ വലാ തതസറമൂ. മുർസലീങ്ങളുടെ നേതാവായ നബിയേ, അങ്ങയുടെ ദൃഷ്ടാന്തങ്ങളും അങ്ങയുടെ തെളിവുകളും അങ്ങയുടെ മഹത്വങ്ങളും ഒരിക്കലും തീരൂല നബിയേ, പറഞ്ഞു തീർക്കാൻ കഴിയൂല നബിയേ. എങ്ങനെയാണ് അവിടുത്തെ ബഹുമാനം പറഞ്ഞൊരാള് തീർക്കുക? എങ്ങനെയാണ് പാടുന്നവര് പാടി തീർക്കുക? മാദാ യഖൂലുൽ മാദിഹൂന വഫദ്ലുകും ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമൂ. അവിടുത്തെ ബഹുമാനം പാടിപ്പുകഴ്ത്തുന്നവരെന്ത് പറയുന്നു? അവിടുത്തെ ബഹുമാനം ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമൂ. തങ്ങളുടെ ബഹുമാനം പറഞ്ഞിട്ടുള്ളത് ലോകസിട്ടാവായ അള്ളാഹുവിന്റെ പവിത്രമായ പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനല്ലേ തങ്ങളുടെ മദ്ഹുകൾ ധാരാളം പറഞ്ഞിട്ടുള്ളത്. പിന്നെ എങ്ങനെ സൃഷ്ടികൾക്ക് അങ്ങയുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ കഴിയും നബിയേ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചുകൊണ്ട് മദ്ഹ് പറയുന്നതിനിടയിൽ മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കാൻ ലോകത്ത് ആർക്കും സാധ്യമല്ല, ഒരാൾക്കും സാധ്യമല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹ് ഒരു കൊല്ലമോ അല്ലെങ്കിൽ ഒരു 10 കൊല്ലമോ നമ്മുടെ ജീവൻ മുഴുവനുമോ എല്ലാ ദിവസവും തന്നെയോ പറഞ്ഞാൽ ഒരു പണ്ഡിതനും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. കാരണം എല്ലാവർക്കും അറിയാം, വറഹ്മത്തുൽ ലിന്നാസി മുഹ്ദാത്തുൻ ഫയാ വൈലൽ മുആനിദി ഇന്നഹു ലാ യുർഹമൂ നാലൽ അമാനൽ മുഅ്മിനൂന ബിഹിദാ സുബ്ബത്ത് വഖൂദൻ ബിത്വാത്തി ജഹന്നമൂ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹുവ റഹ്മത്തുൽ ലിന്നാസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങൾക്ക് അനുഗ്രഹമാണ്, ജനങ്ങൾക്ക് കാരുണ്യമാണ്. മുസ്ലിമീങ്ങൾക്ക് കാരുണ്യമാണ് എന്നല്ല പറഞ്ഞത്. പിന്നെ മുസ്ലിമീങ്ങൾക്ക് മാത്രം കാരുണ്യമാണ് എന്നല്ല പറഞ്ഞത്. മറിച്ച് സർവ്വജനങ്ങൾക്കും അനുഗ്രഹമാണ്, സർവ്വജനങ്ങൾക്കും കാരുണ്യമാണ്, സർവ്വ സൃഷ്ടികൾക്കും കാരുണ്യമാണ്. സൃഷ്ടികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്തുള്ളവരാണ് മനുഷ്യർ. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന് വേണ്ടിയാണ് സൂര്യനും ചന്ദ്രനും ഗാലക്സികളും നക്ഷത്രങ്ങളും സസ്യങ്ങളും മത്സ്യങ്ങളും മൃഗങ്ങളും വന്യമൃഗങ്ങളും ജന്തുക്കളും ജന്തുക്കളും എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ സഖറ ലക്കും അശംസ വൽ ഖമർ. അങ്ങനെ തുടങ്ങി
പരിശുദ്ധ ഖുർആൻ പല സ്ഥലത്തും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാം മനുഷ്യന് വേണ്ടി അള്ളാഹു പടച്ചതാണ്, മനുഷ്യന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പാകപ്പെടുത്തി കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാം അറിയാവുന്നത് പോലെ ഇവിടെ പശുവിന്റെ പാല് സ്വന്തം കുട്ടിയെ പിടിച്ചു മാറ്റി മനുഷ്യൻ അതിന്റെ അകടിൽ നിന്ന് കറന്നെടുക്കുന്നു. സ്വന്തം കുട്ടി കുടിക്കുമ്പോൾ കുട്ടിയെ പിടിച്ചു മാറ്റി പശുവിന്റെ പാല് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമുള്ളവനും ഇല്ലാത്തവനും കറന്നെടുത്ത് അവൻ കുടിക്കുന്നു, അവന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അത് തെറ്റാണ് എന്ന് ഇവിടെ ഒരു ഹൈന്ദവരും പറയുന്നില്ല, ഒരു മുസ്ലിമും പറയുന്നില്ല, ഒരു ക്രിസ്ത്യാനിയും പറയുന്നില്ല, ഒരു മതമുള്ളവരും ഇല്ലാത്തവരും പറയുന്നില്ല. ഈ പശുക്കുട്ടിയെ പിടിച്ചു മാറ്റിയിട്ട് അമ്മന്റെ മുല കറന്നിട്ട് നമ്മളെ കുട്ടിക്ക് കൊടുത്തത് തെറ്റാണ് എന്ന് പറയുന്നില്ല. എന്തുകൊണ്ടാ പറയാത്തത്? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ തത്വം ഖുർആൻ പറഞ്ഞു എന്ന നിലക്കോ പറഞ്ഞിട്ടില്ല എന്ന നിലക്കോ അല്ല, ഏത് ബുദ്ധിയുള്ള മനുഷ്യരും അംഗീകരിച്ചു എന്ന നിലക്ക് ഞാൻ പറയുന്നു. ഖുർആൻ പഠിച്ചെടുത്തുകൊണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാവരും അംഗീകരിക്കുന്ന തത്വമാണ്. പശുവിന്റെ പാല് മനുഷ്യന് വേണ്ടി പടക്കപ്പെട്ടതാണ്, മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് പശുവിന്റെ പാല്. ആ തത്വം അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും മുസ്ലിമല്ലാത്തവരും പശുവിന്റെ പാല് കറന്നെടുത്ത് കുടിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ഭാര്യ കുട്ടിക്ക് മുല കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു പോത്ത് വന്നിട്ട് ആ കുട്ടിയെ പിടിച്ച് മാറ്റിയിട്ട് നമ്മുടെ ഭാര്യയുടെ മുലയിൽ നിന്ന് പാല് കറക്കാൻ തുനിഞ്ഞാൽ, പോത്തങ്ങനെ ചെയ്യൂല, പോത്തായതുകൊണ്ട് ചെയ്യൂല, പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു പോത്ത് വന്നാൽ, വേറൊരു വർഗത്തിൽപ്പെട്ട സാധനമല്ല പോത്ത്, അങ്ങനെ ഒരു പോത്ത് വന്നാൽ നമ്മളെ അവസ്ഥ എന്തായിരിക്കും? പോത്ത് വേണ്ട, നമ്മളെ വർഗത്തിൽ തന്നെ പെട്ട വേറൊരു പുരുഷൻ അല്ലെങ്കിൽ വേറൊരാള് നമ്മളെ ഭാര്യ നമ്മളെ കുട്ടിക്ക് മുല കൊടുക്കുമ്പോ നമ്മളെ കുട്ടീനെ പിടിച്ചു മാറ്റിയിട്ട് അയാൾ വല്ലൊരു പാത്രം എടുത്ത് കറക്കാൻ വന്നാൽ നമ്മളെ ഹാരെന്തായിരിക്കും? നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? എന്നാൽ ഏത് ഹൈന്ദവനും ക്രൈസ്തവനും മുസ്ലിമും ഒരു പശുവിനെ വാങ്ങിക്കൊണ്ടുവന്ന് പോറ്റി വളർത്തിയിട്ട് പശുവിനെ പാല് കറക്കാൻ ചെല്ലുമ്പോ ആ പശു അടുത്ത് ചെന്ന മനുഷ്യന്റെ കയ്യിലുള്ള പാത്രത്തിന് ഒരു നല്ല ചവിട്ട് കൊടുത്തിട്ട് പാത്രം കുറച്ച് ദൂരെ അങ്ങ് തെറിച്ചു പോയാൽ എല്ലാവരും കുറ്റം പറയുന്നു. അതിന് പാർട്ടി വ്യത്യാസമില്ല, മതവ്യത്യാസമില്ല, എല്ലാം കുറ്റം പറയുന്നു ഈ പശുവിനെ. ആ പശു ശരിയില്ല, ചവിട്ടുന്ന പശുവാണ്. ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ ഈ മനുഷ്യനെ ചവിട്ടിയാൽ മതിയോ? ഇവൻ ചെയ്ത പണി എന്താ? സ്വന്തം കുട്ടീനെ പിടിച്ചു മാറ്റിയിട്ട് പാല് കറക്കാൻ വന്നവനല്ലേ. പക്ഷെ എല്ലാവരും പശുവിന്റെ കുറ്റം പറയാണ്, ഈ കറന്നവന്റെ കുറ്റം പറയുന്നില്ല. എന്താ കാരണം? കാരണം ഈ തത്വം അംഗീകരിച്ചുകൊണ്ടാണ്. ഏത് തത്വം? പശുവിനെ പടക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്, പശുവിന്റെ അകടിലുള്ള പാല് പടക്കപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ് എന്ന തത്വം സ്വീകരിക്കുന്നത് കൊണ്ടാണ്. ഇതുപോലെ കടലിൽ നിന്ന് വളരെ സൗകര്യപൂർവ്വം കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യം നമ്മെ ഒരു ശല്യവും ചെയ്യുന്നില്ല. ആ മത്സ്യത്തെ പോയി വലയിലാക്കി പിടിച്ചുകൊണ്ടുവന്ന് മത്സ്യത്തൊഴിലാളികൾ വിറ്റ് കാശുണ്ടാക്കി നമ്മൾ വാങ്ങിയിട്ട് മുറിച്ച് നന്നായിട്ട് തിന്നുകയും ചെയ്തു. നമ്മൾ അവിടെ ആലോചിക്കുന്നത് മുള്ളുവാളയാണെങ്കിൽ മുറിക്കാൻ അറിയുന്നവനാകണം എന്നാണ്. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ആരും ആലോചിക്കുന്നില്ല. ഏതോ കടലിൽ നിന്ന് കളിക്കുന്ന ഈ മത്സ്യത്തെ പിടിച്ചുകൊണ്ടുവന്ന് നമ്മൾ ശാപ്പെടുന്നത് ശരിയാണോ? നമ്മളെയൊക്കെ മത്സ്യം കയറി വന്ന് പിടിച്ചുകൊണ്ടുപോയാൽ നിങ്ങളെന്ത് പറയും? എന്നാൽ അത് തെറ്റാണെന്ന് ഇവിടെ ആരും പറയാത്തതിന്റെ കാരണം മനുഷ്യന് വേണ്ടിയാണ് മത്സ്യം സൃഷ്ടിക്കപ്പെട്ടത് എന്ന തത്വം അംഗീകരിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ സഹോദരന്മാരെ, അതാ ഏത് സാധനങ്ങളെയും ഇവിടെ പടക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി. ആ മനുഷ്യനെ പടക്കപ്പെട്ടത് അല്ലാഹു ആകുന്ന ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, എല്ലാറ്റിനെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന, എല്ലാറ്റിനും എല്ലാം നൽകുന്ന, എല്ലാവരെയും നിയന്ത്രിക്കുന്ന, എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന, എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന, സ്വന്തം തന്നെ കേൾക്കുന്ന, മറ്റൊരാൾ കേൾപ്പിച്ചിട്ട് കേൾക്കുകയല്ല, മറ്റൊരാൾ കാണിച്ചിട്ട് കാണുകയല്ല, മറ്റൊരാൾ അറിയിച്ചിട്ടറിയുകയല്ല, സ്വന്തം തന്നെ കേൾവി, സ്വന്തം തന്നെ കാഴ്ച, സ്വന്തം തന്നെ കഴിവ്, സ്വന്തം തന്നെ ഉദ്ദേശം, സ്വയം തന്നെ എല്ലാമുള്ള സൃഷ്ടികളെ പോലെയല്ല,
സൃഷ്ടികൾ എത്ര ഉന്നതരാണെങ്കിലും അത് മലക്കുകളായാലും അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും പണ്ഡിതന്മാരായാലും പണക്കാരനായാലും പാമരനായാലും രാജാവായാലും പ്രജയായാലും ഏത് മനുഷ്യനായാലും ഏത് സൃഷ്ടിയായാലും ലോകത്തിന്റെ സൃഷ്ടാവ് കൊടുക്കുന്നതല്ലാതെ ഒരു സൃഷ്ടിക്കും ഇല്ല തന്നെ. എന്ത് കഴിവുണ്ടെങ്കിലും എന്ത് സ്ഥാനമുണ്ടെങ്കിലും എന്ത് പവർ ഉണ്ടെങ്കിലും എല്ലാം ലോകത്തിന്റെ സൃഷ്ടാവ് നൽകുന്നത് ലഭിക്കുകയാണ്. അവൻ കൊടുക്കാത്തത് ഇവിടെ ഒരു സൃഷ്ടിക്കും ലഭിക്കുന്നില്ല. അത് നമുക്ക് നന്നായി അറിയുന്നൊരു കാര്യമാണ്. എന്ത് കിട്ടിയത് കൊണ്ടും കാര്യമില്ല. അവൻ നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് നടക്കുകയാണ്. അവൻ തീരുമാനിച്ചത് അങ്ങനെ തന്നെ നീങ്ങുകയാണ്. മറികടക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. സ്വന്തമായുള്ളവൻ അല്ലാഹു മാത്രമാണ്. മറ്റുള്ളതെല്ലാം അല്ലാഹു നൽകുന്നതനുസരിച്ച് മാത്രം ലഭിക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ എത്ര കാലുണ്ട് നമ്മളെ ട്രെയിനിന്, എത്ര ചക്രമുണ്ട്, ട്രെയിൻ എത്ര സ്പീഡിലാ ഓടുന്നത്, ഒരുപാട് ചക്രമുള്ളത് കൊണ്ടാണ് എന്നൊരു പക്ഷേ നിങ്ങൾ പറഞ്ഞേക്കും. പക്ഷെ അതിനേക്കാണ് സ്പീഡിൽ ഓടുന്ന പ്ലെയിനിന് അത്രയൊന്നും ചക്രമില്ല. ആ ട്രെയിനിനേക്കാണ് സ്പീഡിൽ ഓടുന്ന പ്ലെയിന്, അതിനത്രയൊന്നും ചക്രമൊന്നുമില്ല. ചക്രത്തുമ്മൽ അത് ഓടുന്നുമില്ല. അത് നിലത്ത് വീണാൽ മാത്രം കുറച്ച് സമയം ടയറുമ്മല് ചക്രത്തുമ്മല് ഓടും. നേരെ മറിച്ച് അത് വലിയ വലിയ സ്ഥലങ്ങളിലേക്ക്, നീണ്ട നീണ്ട യാത്രകളിലേക്ക് അത് ചക്രത്തുമ്മല ഓടുകയല്ല. ഇനി നിങ്ങൾ നോക്കൂ, ഒരുപാട് കാലുള്ള ജീവിയാണ് തേർട്ട. തേർട്ട എന്ന് പറഞ്ഞ ജീവിക്ക് എത്ര കാലാണ്, പക്ഷേ മൂപ്പർക്ക് തീരെ സ്പീഡില്ല. ഇനി ഒരാൾ അതിന്റെ സ്പീഡ് കൂട്ടണമെന്ന് വിചാരിച്ചിട്ട് ബാക്കിൽ പോയിട്ടൊന്ന് തെളിച്ചാലോ പിന്നെ മൂപ്പര് തീരെ നടക്കൂല, ചുരുണ്ട അവിടെ കിടക്കും. അതേ സമയത്ത് ഒരൊറ്റ കാലുമില്ലാത്ത ചെറിയ പാമ്പിന്റെ കുട്ടി, ആ പാമ്പിന്റെ കുട്ടിയുടെ പിന്നാലെ ഓട്ട മത്സരത്തിൽ 1ാം റാങ്ക് വാങ്ങിയ, അതേ ഫസ്റ്റ് ക്ലാസ് നേടിയ ഓട്ട മത്സരത്തിൽ ജയിച്ച ചെറുപ്പക്കാരൻ ഓടിയിട്ട് പാമ്പിനെ കിട്ടിയില്ല. ഒറ്റ കാലുമില്ലാത്ത പാമ്പിനെന്തൊരു സ്പീഡാണ്. ധാരാളം കാലുള്ള തേരട്ടയ്ക്ക് സ്പീഡില്ല. ഇവിടെ എല്ലാം കൊടുക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ലോകത്തിന്റെ സൃഷ്ടാവാണല്ലോ. സ്വന്തമായുള്ളവൻ അവൻ മാത്രമാണ്. മറ്റുള്ളതെല്ലാം അവൻ കൊടുക്കുന്നത് മാത്രമാണ്. അതുകൊണ്ടല്ലേ മഹാന്മാര് പറഞ്ഞത്, അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സൈലു. യഥാർത്ഥത്തിൽ ഉള്ളവൻ അല്ലാഹുവാണ്. മറ്റുള്ളതെല്ലാം നീങ്ങിപ്പോകുന്നതാണ്. മറ്റുള്ളതിനൊന്നും ഇവിടെ നിലനിൽപ്പില്ല. എല്ലാം യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹുവാണ്. വാസ്തവത്തിൽ ഉള്ളവനെന്ന് പറയാൻ പറ്റുന്നവൻ തന്നെ അവനാണ്. അതുകൊണ്ടല്ലേ ഉമർ ഖാലി റഹിമഹുല്ല പാടിയിരുന്നത്, ലദുൽ ബസീറത്തി നാദിറന്നഹി വൽ അസറി ബല്ലിൽ മുഅസ്സിരി ബിദുലിൽ അസറി. വലിയ വലിയ മഹാന്മാരായ ചിലര് പറഞ്ഞു, ലാ മൗജൂദ ഇല്ലല്ലാഹ്, അല്ലാതെ ഉള്ളവൻ ഇല്ല. കാരണം മറ്റുള്ളതൊന്നും ഒരു ഉള്ളതിൽ പറയാനില്ല. യഥാർത്ഥത്തിലുള്ളവൻ അല്ലാഹു മാത്രമാണ്. അവൻ ഉണ്ടാക്കിയിട്ടുണ്ടായതും അവനെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമല്ലാതെ ആരുമില്ല, ഒന്നുമില്ല. അതുകൊണ്ടാ ചില മഹാന്മാര് റാത്തീബ് ചൊല്ലുന്ന സമയത്ത് അവരെ ദിക്റിന്റെ കൂട്ടത്തിൽ അവരങ്ങ് പറഞ്ഞു, മാ അന ഇല്ല അന്ത, ഞാനില്ല അല്ലാ, ഞാനില്ല അല്ലാ, ഇല്ല അന്ത, നീ മാത്രമാണുള്ളത്. ഞാനൊരുള്ളതിൽ പറയാനില്ല, ഉള്ളവൻ നീ മാത്രമാണ് അല്ലാ. അല്ലാഹു ജല്ല ജലാലുഹു അവനാണല്ലോ സഹോദരന്മാരെ ആർക്കും കൊടുക്കുന്നത്, ആർക്കും നൽകുന്നത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനുള്ളവനാണ്. അവനുള്ളതിന് തുടക്കമില്ല. അവനതാ ഖദീമാണ്. അവനൊരിക്കലും നാശമില്ല. അവൻ സൃഷ്ടികളിൽ നിന്ന് മുഴുവനും വ്യത്യസ്തമാണ്. സൃഷ്ടികളെ പോലെ അവനൊരു സ്ഥലത്തല്ല,
ഒരു സ്ഥലത്ത് നിൽക്കുന്നവനോ ഇരിക്കുന്നവനോ അല്ല. സ്ഥലം അവൻ ആവശ്യമില്ല. സ്ഥലങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് അവനുണ്ട്. അന്നും അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും സ്ഥലത്തിന്റെ ആവശ്യമില്ല. ഇപ്പോൾ ചിലർ അള്ളാഹു അർശിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് പറയുന്നവരുണ്ട്. അവർ ഇസ്ലാമിന്റെ വിശ്വാസത്തിലല്ല. സഹോദരന്മാരെ, അർശിനെ പടച്ചത് അള്ളാഹുവാണ്. അത് പടക്കുന്നതിന് മുമ്പ് അള്ളയുണ്ട്. അന്നും അള്ളാഹ്ക്ക് സ്ഥലത്തിന്റെ ആവശ്യമില്ല, ഇന്നും സ്ഥലത്തിന്റെ ആവശ്യമില്ല. ആ അല്ലാഹു ജല്ല ജലാലുഹു അവയവങ്ങളുള്ളവനല്ല, രൂപങ്ങളുള്ളവനല്ല, ശരീരമുള്ളവനല്ല. അവൻ സർവ്വ സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തനാണ്. അത് നമ്മൾ പഠിച്ചു വെച്ചതാണ്. മുഖാലഫത്തുൽ ലിൽ ഹവാദിസ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? മദ്രസയിൽ നിന്ന് 20 നിർബന്ധമായ സിഫത്ത് പഠിച്ചിട്ടില്ലേ? മുഖാലഫത്തുൽ ലിൽ ഹവാദിസ്, അതേ സൃഷ്ടികളോട് മുഴുവനും എല്ലാ നിലക്കും എതിരായവനാണ് അല്ലാഹു ജല്ല ജലാലുഹു. അവൻ സ്വയം നിലനിൽപ്പുള്ള ഖിയാമും ബിന്നഫ്സുള്ളവനാണ്. അവൻ ഒന്നിലേക്കും ആശ്രയമില്ലാത്തവനാണ്. അവന് വഹ്ദാനിയത്ത് എന്നൊരു ഗുണമുണ്ട്. അവനതാ ഏകനാണ്, ഏത് നിലക്കും ഏകനാണ്. അവനോട് തുല്യനായ ഒന്നുമില്ല, അവനോട് തുല്യനായ ആരുമില്ല, അവന് തുല്യമായ ഒന്നുമില്ല. അവനൊന്നിനോടും തുല്യനല്ല. അവനതാ ഏത് നിലക്കും ഏകനാണ്. അവനെന്നും ഹയാത്തുള്ളവനാണ്. അവനൊരിക്കലും മരണമില്ല, അവനൊരിക്കലും നാശമില്ല. അവൻ എല്ലാറ്റിനും സ്വയം കഴിവുള്ളവനാണ്. അവൻ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം വിഷയങ്ങൾ നടത്തുന്നവനാണ്. അവൻ ഉദ്ദേശിക്കാതെ ഇവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. അവൻ സ്വയം കേൾവിയുള്ളവനാണ്, സ്വയം അറിവുള്ളവനാണ്, സ്വയം കാഴ്ചയുള്ളവനാണ്. അവനതാ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവൻ സംഭാഷണം നടത്തിയവനാണ്. അങ്ങനെ സർവ ഗുണങ്ങളും സർവ മേന്മകളും സർവ പരിശുദ്ധികളുമുള്ള പരിശുദ്ധനായ റബ്ബ്, ആ റബ്ബാണല്ലോ സഹോദരന്മാരെ ഇവിടെ മുസ്ലിങ്ങളെയും ഹൈന്ദവരെയും ക്രൈസ്തവരെയും മതമുള്ളവരെയും മതമില്ലാത്തവരെയും സർവ പാർട്ടിക്കാരനെയും സർവ ഭാഷക്കാരനെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത് അല്ലാഹുവാണല്ലോ. എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നത് അള്ളയാണല്ലോ. എല്ലാവർക്കും ഓക്സിജൻ നൽകുന്നത് അല്ലാഹുവാണല്ലോ. എല്ലാവർക്കും വെള്ളം നൽകുന്നത് അള്ളയാണല്ലോ. എല്ലാവർക്കും ആരോഗ്യം നൽകുന്നത് അള്ളയാണല്ലോ. എല്ലാവർക്കും നൽകുന്നവൻ അള്ളയാണല്ലോ. ആ അല്ലാഹു ഇവിടെ വർഗീയത പഠിപ്പിച്ചിട്ടില്ല, ഭീകരത പഠിപ്പിച്ചിട്ടില്ല, തീവ്രവാദം പഠിപ്പിച്ചിട്ടില്ല. സൗഹാർദ്ദം, സഹകരണം, സ്നേഹം, അതാണല്ലോ പഠിപ്പിച്ചത്. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് റബ്ബുൽ ആലമീൻ. സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവെങ്കിൽ ആ രാജാവ് അവൻ റഹ്മാൻ, കാരുണ്യം ചെയ്യുന്നവനാണ്, എല്ലാവർക്കും അനുഗ്രഹം ചെയ്യുന്നവനാണ്. ഭൂമി ലോകത്ത് അർറഹീം, പാരത്രിക ലോകത്ത് മോമിനീങ്ങൾക്ക് മുത്തഖീങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്നവനാണ്. ആ രാജാവായ റബ്ബ് ലോകത്ത് സർവ്വ അനുഗ്രഹത്തിനും കാരണക്കാരനായി നിമിത്തമായി നിശ്ചയിച്ച ഒരേ ഒരു സൃഷ്ടി, ഒരേ ഒരു വ്യക്തി, അതാ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞത് ഹുവ റഹ്മത്തുൽ ലിന്നാസി മുഹ്ദാത്തുൻ ഫയാ വൈലൽ മുആനിദി ഇന്നഹു ലാ യുർഹമു. അതേ ഹുവ റഹ്മത്തുൽ ലിന്നാസ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എല്ലാവർക്കും അനുഗ്രഹമായി അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള മഹാൻ. എല്ലാ സൃഷ്ടികൾക്കും അവിടുന്ന് അനുഗ്രഹമാണ്. കാരണം സൃഷ്ടികളൊക്കെ മനുഷ്യന് അനുഗ്രഹമാണ്. സൃഷ്ടികളില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേറെയുള്ള ജീവികളൊക്കെ ഒന്ന് എടുത്തു നോക്കൂ. ഞാൻ പറയാം, പശുവിന് ജീവിക്കണമെങ്കിൽ മനുഷ്യൻ വേണോ? പശുവിന് ജീവിക്കാൻ മനുഷ്യൻ വേണോ? എന്തിനാ പശുവിനെന്തിനാ ജീവിക്കാൻ മനുഷ്യൻ? പശുവിന് ഇങ്ങനെ പുല്ലും തിന്ന് നടക്കാൻ മനുഷ്യൻ വേണോ? മനുഷ്യന്റെ ഒരു സാധനവും പശു തിന്നൂല. പിന്നെ പശുവിന് ജീവിക്കാൻ മനുഷ്യൻ ആവശ്യമില്ല. മത്സ്യത്തിന് ജീവിക്കാൻ മനുഷ്യൻ വേണോ? വേണ്ട. കോഴിക്ക് ജീവിക്കാൻ മനുഷ്യൻ വേണോ? വേണ്ട. ഇവിടെയുള്ള ഒരു ജീവിക്കും ജീവിക്കാൻ നമ്മൾ ആവശ്യമില്ല. പക്ഷെ നമ്മക്ക് ജീവിക്കണമെങ്കിൽ എല്ലാ ജീവിയും വേണം. മനുഷ്യനിവിടെ ജീവിക്കണമെങ്കിൽ പശുവും വേണം, ആടും വേണം, പോത്തും വേണം, എരുമയും വേണം,
നമുക്ക് തെങ്ങും വേണം, തേങ്ങയും വേണം, നെല്ലും വേണം. സുബ്ഹാനല്ലാഹ്, നമുക്ക് വേണ്ടാത്തൊന്നുമില്ല, ഒക്കെ വേണം. അപ്പൊ ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യനെ വേറൊന്നിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുകൊണ്ടാണ് വലിയ ആനകൾ മനുഷ്യന് വഴിപ്പെടുന്നു, മനുഷ്യൻ ആനക്ക് വഴിപ്പെടുന്നില്ല. സിംഹങ്ങളെ മനുഷ്യൻ പോറ്റുന്നു, സിംഹം മനുഷ്യനെ പോറ്റുന്നില്ല. വലിയ പാമ്പുകളെ മനുഷ്യൻ വളർത്തുന്നു, പാമ്പ് മനുഷ്യനെ വളർത്തുന്നില്ല. മനുഷ്യൻ ഇതെല്ലാം ആവശ്യമാണ്. അപ്പൊ മനുഷ്യന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചതാണ് എല്ലാ വസ്തുക്കളും. എന്നാൽ ആ സൃഷ്ടികൾക്ക് മുഴുവനും അനുഗ്രഹമാണ്. മനുഷ്യന് ഏറ്റവും അനുഗ്രഹമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുൽ ലിൽ ആലമീൻ. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിനെ സംബന്ധിച്ച് റബ്ബുൽ ആലമീൻ, സർവ സൃഷ്ടികളുടെയും റബ്ബെന്ന് പഠിപ്പിക്കുമ്പോ അതേ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, സർവ സൃഷ്ടികൾക്കും അനുഗ്രഹമായി മാത്രമാണ് അങ്ങയെ നമ്മൾ അയച്ചിട്ടുള്ളത് നബിയേ. മനുഷ്യൻ നന്നായാൽ എല്ലാ ജീവികൾക്കും അതിന്റെ ഗുണമുണ്ട്. മനുഷ്യൻ ചീത്തയായാൽ എല്ലാ ജീവികൾക്കും അതിന്റെ ശല്യമുണ്ട്. ഞാൻ പറയേണ്ടതില്ലല്ലോ, മനുഷ്യൻ ചീത്തയായാൽ മനുഷ്യൻ ഏത് ജീവിയെയും ആക്രമിച്ചേക്കും. ഇല്ലേ? നമ്മളതാ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ട കന്നുകാലികൾ, ആ കന്നുകാലിയെ പട്ടിണിക്കിടാൻ പാടില്ല, ആ കന്നുകാലിയെ വേദനിപ്പിക്കാൻ പാടില്ല, ആ കന്നുകാലിയെ പീഡിപ്പിക്കാൻ പാടില്ല. ഈ സിദ്ധാന്തം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ ആ മനസ്സുള്ള മനുഷ്യൻ പോറ്റി വളർത്തുന്ന കന്നുകാലിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല, വേദന സഹിക്കേണ്ടി വരില്ല, ആ കന്നുകാലിക്ക് പ്രയാസങ്ങൾ നേരിടുകയില്ല. നേരെ മറിച്ച് മനുഷ്യന്റെ മനസ്സിൽ കന്നുകാലിയോടുള്ള കാരുണ്യവും, ആ കന്നുകാലിക്ക് ഭക്ഷണം കൊടുക്കാതെ ഞാൻ കല്യാണപ്പുരയിൽ പോയി ഞാൻ നന്നായി ബിരിയാണി തട്ടിയാൽ എന്റെ വീട്ടിൽ കെട്ടിയിട്ട പശുവിന്, ആടിന്, എരുമക്ക്, പോത്തിന് അതേ ഞാൻ പുല്ലിട്ട് കൊടുത്തില്ലെങ്കിൽ എന്നെ പടച്ചവൻ ചോദ്യം ചെയ്യുമെന്ന ചിന്തയില്ലെങ്കിൽ ആ പോത്തിനും എരുമക്കും പശുവിനും ആടിനുമൊക്കെ സഹോദരന്മാരെ മനുഷ്യൻ ശല്യം ചെയ്യൂലേ? മനുഷ്യനെ കൊണ്ട് ശല്യം വരൂലേ? ഇനി നിങ്ങൾ നോക്കൂ, കേട്ടിട്ടില്ലേ നിങ്ങൾ, കണ്ടിട്ടില്ലേ നിങ്ങൾ, കോഴികളെ പിടിച്ച് കെട്ടിയിടുന്നവരുണ്ട്. അതിന് ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ കെട്ടിയിട്ടാൽ പടച്ചവന്റെ അടുക്കൽ ശിക്ഷയാണെന്നല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു പൂച്ചയ്ക്ക് വെള്ളം കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട സ്ത്രീയെ അല്ലാഹു നരകത്തിൽ കടത്തി എന്ന് പറഞ്ഞിട്ട് ലോകത്തെ പഠിപ്പിച്ചത് സർവ ജീവജാലങ്ങളോടും കാരുണ്യം വേണമെന്നല്ലേ? അപ്പൊ മനുഷ്യന് കാരുണ്യമായി വന്ന, സർവലോകത്തിനും കാരുണ്യമായി വന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ തങ്ങൾ പാടുന്നത്, ഹുവ റഹ്മത്തുൽ ലിന്നാസി മുഹദത്തുൻ ഫയാ വൈലൽ മുഅനിദി ഇന്നഹു ലാ യുർഹമൂ. പക്ഷേ മനുഷ്യരിൽ രണ്ട് തരക്കാരുണ്ട്. ഒരു വിഭാഗം ആ റഹ്മത്തായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരുണ്യത്തെയും അനുഗ്രഹത്തെയും അംഗീകരിക്കുന്നവരാണ്, അവിടുത്തോട് ബഹുമാനവും ആദരവും ഉള്ളവരാണ്. സുബ്ഹാനല്ലാഹ്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നവരാണ്. അതേസമയം ആ വെളിച്ചം ഊതിക്കെടുത്തി കളയാമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്, ആ വെളിച്ചത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുന്നവരുണ്ട്. ആ വെളിച്ചം നൽകുന്ന കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്ദർഭം ലഭിക്കുമ്പോൾ എഴുത്താൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവിടുന്ന് ജനിച്ച മാസത്തിൽ ലോകം മുഴുക്ക സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ ആ സന്തോഷ പ്രകടനം പാടില്ലെന്ന് വാദിക്കുന്നവരുണ്ട്. ഇല്ലേ?
ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഫയാ വൈലൽ മുആനിദി ഇന്നഹു ലാ യുർഹമൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹത്തെ അംഗീകരിക്കാതെ മർക്കടമുഷ്ടിയുമായി അതേ തലയുമെറിഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്ന മനുഷ്യ, നിന്റെ നാശം വല്ലാത്ത നാശം തന്നെ. ഇന്നഹു ലാ യുർഹമൂ. ആ നബിയുടെ അനുഗ്രഹം നിനക്ക് കിട്ടുകയില്ലല്ലോ, അവന് ലഭിക്കുകയില്ലല്ലോ. നാലൽ അമാനൽ മുഅ്മിനൂന ബിഹിദാ സുബ്ബത്ത് വഖൂദൽ ബിത്തുഗാത്തി ജഹന്നമൂ. ഈ ഭൗതിക ലോകത്ത് മാത്രമല്ല, പാരത്രിക ലോകത്ത് ജഹന്നമാകുന്ന നരകം അത് കത്തിക്കപ്പെടുകയും വല്ലാത്ത തീനാളങ്ങൾ, തീജ്വാലകൾ ജഹന്നമിൽ നിന്ന് അതാ ഉയർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ അവിടെ അതാ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉറച്ച വിശ്വാസമുള്ള മുഅ്മിനീങ്ങൾ നാലൽ അമാനൽ മുഅ്മിനൂന ബിഹിദാ സുബ്ബത്ത് വഖൂദൻ ബിത്തുഗാത്തി ജഹന്നമൂ. സത്യവിശ്വാസികൾക്ക് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന പാരത്രിക ലോകത്തും നിർഭയം ലഭിച്ചുപോയി. എന്താ കാരണം? അല്ലാഹു അയ്യദഹു ഫലൈസ അനിൽ ഹവാ ഫീ അംദിഹി ഔ നഹീഹി യതകല്ലമൂ. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകസട്ടാവ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്, ലോകസട്ടാവ് സ്ഥാനം നൽകിയിരിക്കുകയാണ്. ഒരിക്കലും അവിടുത്തെ തടീച്ചയനുസരിച്ച് ഒന്നും അവിടുന്ന് സംസാരിക്കുന്നില്ല, ഒന്നും കൽപ്പിക്കുന്നില്ല, ഒന്നും വിരോധിക്കുന്നില്ല. മറിച്ച് നമുക്കറിയാമല്ലോ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അതേ നക്ഷത്രത്തെ പ്രത്യേകം എടുത്ത് സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, നമുക്ക് സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന് സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്യുന്നതിന് വിരോധമില്ല. അള്ളാഹു നക്ഷത്രത്തെ പിടിച്ച് സത്യം ചെയ്ത് പറയുകയാണ്, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. സഹോദരന്മാരെ, മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. നക്ഷത്രം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്കറിയാമല്ലോ. ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന കപ്പിത്താൻ, അതേ കടലിൽ നിന്ന് കരയറിയാതെ, അതേ വെളിച്ചം കാണാതെ ബുദ്ധിമുട്ടുന്ന കപ്പലോടിക്കുന്ന കപ്പിത്താൻ നക്ഷത്രം ലക്ഷ്യം വെച്ചുകൊണ്ടല്ലേ കരക്കണിയുന്നത്. എന്നാൽ ലോകത്ത് ഏതെല്ലാം അന്ധകാരങ്ങളിൽ തപ്പിത്തടഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ടോ, അവർക്കെല്ലാവർക്കും വെളിച്ചം നൽകുന്ന ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പറയാൻ ഒരുങ്ങുമ്പോൾ നക്ഷത്രത്തെ എടുത്തു പറഞ്ഞ് സൂചിപ്പിച്ചുകൊണ്ടല്ല പറയാണ്, വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു പിഴവും പിഴച്ചിട്ടില്ല, ഒരു പിഴവും ചിന്തിച്ചിട്ടില്ല. അവിടുന്ന് പൂർണ്ണമായും സത്യത്തിന്റെ പാതയിൽ ചലിക്കുകയാണ്, സത്യത്തിന്റെ പാതയിലേക്ക് ജനങ്ങളെ നയിക്കുകയാണ്. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂടെയുള്ള ആള്, നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ആള്, എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട ആള്, നിങ്ങളുടെ സാഹിബ്, നിങ്ങളെ സഹവസിച്ചു കൊണ്ടിരിക്കുന്ന ആള്, നിങ്ങളെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകേണ്ട ആള്. അതുകൊണ്ടല്ലേ സാഹിബ് എന്നല്ലേ പറയുന്നത്. സാഹിബ് എന്ന് പറഞ്ഞാൽ സഹവസിച്ചു കൊണ്ടിരിക്കുന്ന ആളെന്നല്ലേ. നിങ്ങളുമായി സഹവസിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വിട്ടു നിൽക്കാൻ പാടില്ലാത്ത ആ നേതാവുണ്ടല്ലോ, മാ ളല്ല സാഹിബുക്കും വമാ ഗവാ. ആ നബി തങ്ങൾ ഒരിക്കലും പിഴച്ചിട്ടില്ല. പിന്നെയോ വമാ യൻതിഖു അനിൽ ഹവാ, തടീച്ച അനുസരിച്ച് അവിടുന്ന് നിങ്ങളോട് സംസാരിക്കുന്നില്ല. പിന്നെയോ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ.
ലോകസിട്ടാവിന്റെ സന്ദേശപ്രകാരമാണ് അവിടുന്ന് കൽപ്പിക്കുന്നത്. ലോകസിട്ടാവിന്റെ സന്ദേശപ്രകാരമാണ് അവിടുന്ന് വിരോധിക്കുന്നത്. കൽപ്പിക്കേണ്ടതെല്ലാം അവിടുന്ന് കൽപ്പിച്ചിട്ടുണ്ട്, വിരോധിക്കേണ്ടതെല്ലാം അവിടുന്ന് വിരോധിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ നന്മക്ക് ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഒന്നും അവിടുന്ന് വിട്ടേച്ചു പോയിട്ടില്ല. അങ്ങനെ അവിടുത്തെ സംസാരങ്ങളിൽ, അവിടുത്തെ കൽപ്പനകളിലും വിരോധങ്ങളിലും സ്വന്തമായൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിച്ച ജനങ്ങൾ, അതേ അവർക്ക് അതാ വലിയ നിർഭയത്വം. നരകം കത്തിജ്വലിച്ചു വരുന്ന സമയത്ത് ആ നബി മുഖേന ലഭിക്കുന്നതാണ് ഫല്യഹ്ദരിൽ മറുൽ മുഖലിഫു അംറഹു മിൻ ഫിത്നത്തിൻ ഔ മിൻ അദാബിൻ യുലിമു. അതിനാൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ വിശ്വസിക്കുന്ന ജനങ്ങളെ, ഓ മനുഷ്യരെ, അവിടുത്തെ കൽപ്പന പൂർണ്ണമായി അനുസരിച്ച് നിങ്ങൾ ജീവിക്കുക. അവിടുന്ന് വിരോധിച്ചത് കൈയൊഴിക്കുക. എങ്കിൽ നിങ്ങൾക്കൊരു ഫിത്നയും ഈ ലോകത്തുമില്ല പരലോകത്തുമില്ല, വേദനിപ്പിക്കുന്ന ശിക്ഷകളില്ല. നിങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുക. അവർക്കാണ് നിർഭയത്വം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച്, ബഹുമാനിച്ച്, വിശ്വസിച്ച്, പിന്തുടർന്ന് മനുഷ്യൻ ജീവിക്കണം. അതാണ് ഞാൻ എന്റെ തുടക്കത്തിൽ നിങ്ങളെ ഓതി കേൾപ്പിച്ച ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വളരെയേറെ മദ്ഹുകൾ പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം നാം ഇന്ന് ഞാൻ ഓതി വെച്ച ആയത്തിന്റെ ആദ്യ ഭാഗവും വളരെ വിശദമായി കഴിഞ്ഞ കൊല്ലം നാം സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ച CD ഇപ്പോൾ നിങ്ങൾക്ക് 5 മണിക്കൂർ പ്രസംഗത്തിന്റെ CD ലഭിക്കും. നേരത്തെ കേൾക്കാത്തവർക്കും കേൾക്കാം, കേട്ടവർക്കും കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണല്ലോ. ഞാൻ ഈ അടുത്ത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് കേട്ടു നോക്കിയപ്പോൾ എനിക്ക് തന്നെ ഓർമ്മയിലില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയായി. ആർക്കും അങ്ങനെയാണല്ലോ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അള്ളാഹു പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ധാരാളം ബഹുമാനങ്ങൾ പറഞ്ഞ റബ്ബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു. അല്ലദീന യത്തബിഊന റസൂലൻ നബിയ്യൽ ഉമ്മിയല്ലദീ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫിത് തൗറാത്തി വൽ ഇൻജീൽ. കഴിഞ്ഞ കൊല്ലം ഞാനത് വിശദമായി ആ ആയത്തിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഈ കൊല്ലം ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. തൗറാത്തിലും ഇൻജീലിലും എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അല്ലാഹു പരിചയപ്പെടുത്തി. മുൻകാല ഗ്രന്ഥങ്ങളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാ അമ്പിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, വിശ്വസിച്ചിട്ടുണ്ട്, അവരുടെ അനുയായികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതില്ലാത്ത ഒരു നബിയും കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ ഗ്രന്ഥങ്ങളിലും അവിടുത്തെ മഹത്വം പറഞ്ഞിട്ടുണ്ട്.